എൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. എൻ്റെ ജന്മനാട് കോട്ടയം പാല ആണ്. അവിടെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അമ്മേനും കൂടെ വയനാട്ടിലേക്ക് താമസം മാറ്റി. 25 വർഷത്തോളം വയനാട്ടിൽ തന്നെയായിരുന്നു. അവിടെ വിവാഹമെല്ലാം കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്ന് പോകുന്നതാണ് വണ്ടൂർക്ക് വന്ന് ഇവിടെ പടവിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓരോ തൊട്ട് ഒരു 23-24 വർഷത്തോളമായി. ഇപ്പോൾ എനിക്കൊരു 56 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ കലാപരമായിട്ടുള്ള കഴിവുകളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കഴിവുകളൊന്നുമല്ല. പഠിച്ചതോ അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടിട്ടൊന്നും ചെയ്ത് ശീലിച്ചതല്ല. ഓട്ടോമാറ്റിക്കലായിട്ട് ചെറുപ്പം തുടങ്ങി ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോഗ്രാമാണിത്. ഇഷ്ടം തോന്നിയിട്ട് മണ്ണുകൊണ്ടും കാര്യങ്ങളോട്ട് ചെയ്ത് ഇപ്പോഴും അതുപോലെ തന്നെ ഉള്ളൂ. ഒരു ദിവസം എടുക്കേണ്ട പണി 4 ദിവസം എടുത്താലും തീരെയല്ല. കാരണം നമ്മൾ സ്വയം ഐഡിയ കൊണ്ട് ഉണ്ടാക്കുന്നതാകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, താമസങ്ങളുണ്ടാവും, കുറവുകളും ഉണ്ടാവും സാധാരണ പോലെ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശീലമുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് വലിയ കഴിഞ്ഞപ്പം ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ എന്താക്കി വലിയൊരു പ്രതിമ ഉണ്ടാക്കാനുള്ള ആഗ്രഹം വന്നു. അങ്ങനെ ഇപ്പോൾ വലിയൊരു പ്രതിമ ഉണ്ടാക്കാനുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നൊരു ഗർലേനെയാണ്. അത് നല്ല വിജയമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് വന്ന് ബത്തേരി കാർണിവലിൽ കൊണ്ടുവച്ച് അവിടുന്ന് എല്ലാവരും ഭയങ്കര പ്രോത്സാഹനമൊക്കെ തന്നു. പിന്നെ ഇപ്പോൾ ഈ വണ്ടൂർ വന്ന് കൊറോണ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിനോട് രാഷ്ട്രീയത്തിന് നേരമ്പോക്കിന് ഉണ്ടാക്കാൻ തുടങ്ങിയാണ് ഈ മദേഴ്സ് ക്ലബ്ബും ഈ ഗേൾസിനെയും ഉണ്ടാക്കിയത്. അത് നമുക്കതിന് പ്രത്യേക മൂഡ് വരണം. കാരണം നമ്മൾ പഠിച്ചെടുത്തില്ലല്ലേ അത്. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിപ്പോൾ ഞാൻ രാത്രിയിൽ വരെ ഏറ്റുകുത്തിയിരുന്നിട്ട് ഈ പണി തരുന്നുണ്ട്. എന്നാൽ പകലെല്ലാം വെറുതെ ഇരുന്നിട്ടുണ്ട്, ദിവസങ്ങളായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ രാത്രിയാണെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, എപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് തോന്നോ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരിക്കും. ചിലപ്പോൾ ഞാനൊരു ഫിലിം കണ്ട് അത് ഫോട്ടോ കണ്ടിട്ടായിരിക്കും തുടങ്ങുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നതായിരിക്കും. പക്ഷേ പണി പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതായിരിക്കില്ല ഭാവം, രൂപം. ഇത് ഞാൻ നിൽക്കുന്നുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത്. ഇത് ഉണ്ടാക്കാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ കാരണം പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ആ മുടിക്കെട്ടുണ്ടോ, അങ്ങനെ തലമുടി കെട്ടി ഒരു വെങ്കളിപ്പെണ്ണ് പോകുന്നുണ്ട്, ഒരു സ്കെൽറ്റ് പെണ്ണ്. അപ്പോൾ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അത് സ്കെൽറ്റ് ഫേസും ഇങ്ങനെ നീളം കൂട്ടിയ ഫേസും ശരീരഘടനയൊക്കെ സ്കെൽറ്റാണ്. അതുകൊണ്ട് അന്നേരമാണ് ചുമ്മാ ഇവിടുന്ന് ഒരാൾ പറഞ്ഞാൽ മലമ്പുഴ യക്ഷീൻ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി ആരും അറിയുന്നില്ല. മലമ്പുഴ യക്ഷീൻ ഉണ്ടാക്കാൻ പറയാം. എന്നാൽ പിന്നെ ഇതിനെ ഇരുത്തിയേക്കാൻ ചോദിച്ചു. വെല്ലുവിളി വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് മൂടില്ലായ്മ വരുന്നതാണ് എനിക്ക് ഏറ്റവും വെല്ലുവിളി. അല്ലെങ്കിൽ പണിയിലൊരു വെല്ലുവിളിയില്ല, ഇതിൽ എല്ലാം സെയിമാണ്. ഇപ്പോൾ പിന്നെ കണ്ണിന് ലേശം കാഴ്ചക്കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കണ്ണ് അതുപോലെ ഗുരുക്കുമ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് ആ കണ്ണിൻ്റെ. അല്ല പണിയോട് എനിക്ക് എല്ലാം സെയിമാണ്. അത് ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ ഹിന്ദു ആചാരപ്രകാരം അത് ഭഗവതി എന്നാണ് പറയുക, ഭദ്രകാളി ഭഗവതി എന്നാണ് പറയുക. ഞാൻ അതിൽ ഭയങ്കര ഒരു ആകർഷണമുള്ള വ്യക്തിയാണ്. 333 കോടി ദേവീദേവന്മാരുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളെ അറിയപ്പെടുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്രങ്ങൾ വായിച്ചത് വെച്ച് നോക്കുമ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് ദേവീനെയാണ്, ഭദ്രകാളിനെയാണ്. ആ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളായിട്ടൊന്നും ഇങ്ങനെ വന്നിരിക്കുന്നല്ലോ, ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ചെറിയൊരു പ്രശ്നം വന്ന് പിന്നെ വാടകയ്ക്ക് താമസിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം വീട്ടിലാക്കിയിട്ട് ഞാൻ വരേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പിണങ്ങി പെറുക്കി പോകുന്നോ അങ്ങനത്തെ ആരും വിഷയങ്ങളൊന്നുമല്ല. 2 പെൺമക്കളാണ്. 2 പെൺമക്കളും കല്യാണം കഴിച്ചു. ഭാര്യ അവിടെ സാധാരണ നാടൻ പണിക്ക് പോകുന്നു. വീട്ടിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇന്നുകൊണ്ട് ഇപ്പോഴും പോകുന്നുമില്ല. വിഷയങ്ങളൊക്കെ ഉള്ളൂ.